ആദ്യത്തെ ദിവസം തന്നെ മരുന്നുകളെല്ലാം മാറ്റി വെച്ചു. കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ മരുന്നുകളും മാറ്റി വെച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എന്നോട് ഡോക്ടർ സംസാരിച്ചപ്പോൾ എനിക്കിത് മനസ്സിലാക്കി തന്നു. എൻ്റെ അസുഖം മരുന്നുകൾ മുഖേന ഉണ്ടായ അസുഖം. ഈ വർഷങ്ങളായിട്ട് കഴിഞ്ഞ 7 വർഷമായിട്ട് നിരന്തരം അസുഖത്തിന് മരുന്ന് കഴിച്ചു. കാരണം ഒന്നിന് കഴിച്ചു, വേറെ രോഗം വേറെ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം ഡയബറ്റീസിന് കഴിക്കുന്നു, ബ്ലഡ് പ്രഷറിന് കഴിക്കുന്നു, അതിപ്പം കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങി, ലിവറിനെ ബാധിക്കാൻ തുടങ്ങി. അത് ഗൗട്ടായിട്ട് മാറി, യൂറിക് ആസിഡ് കൂടുന്നു, വിഷങ്ങൾ പുറത്തള്ളി കളയാൻ കഴിയുന്നില്ല. അപ്പോൾ അതെനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി. ആന്തരാവയവങ്ങൾക്ക് ദഹനവ്യൂഹത്തിന് വരെ വിശ്രമം കൊടുക്കുന്നു. അതുവഴിയാണ് ഈ റിപ്പയറിങ് രോഗാവസ്ഥകൾ അതിൻ്റെ ധർമ്മം നിർവഹിക്കാനുള്ള അവസരം കിട്ടുന്നത്. നമസ്കാരം. നവജീവനം നേച്ചർ ലിവിങ് ഹോമിൻ്റെ ഒരു പുതിയ അഭിമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രാജസ്ഥാനിൽ പ്രവർത്തനം നടത്തുന്ന സിസ്റ്റർ ഈഷ്പ്രിയ. ഇവിടെ നവജീവനത്തിൽ കഴിഞ്ഞ 1 മാസമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി യൂറിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടിയിരുന്ന ഈഷ്പ്രിയയ്ക്ക് ഈ 1 മാസം കൊണ്ട് കുറേ അധികം പറയാനുണ്ട്, കുറേ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സിസ്റ്റർ തന്നെ പറയും. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സിസ്റ്റർ ഈഷ്പ്രിയ FSMA. ഞാനൊരു ഫ്രാൻസിസ്കൻ സഫയിലെ അംഗമാണ്. ഫ്രാൻസിസ്കൻസ് ഓഫ് സെൻറ്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ്, ജയ്പൂർ പ്രൊവിൻസിലെ അംഗമാണ്. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഡയബറ്റീസിൻ്റെയും BP-യുടെയും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് രോഗം അധികം ഇല്ല, എല്ലാം കൺട്രോളിലാണെന്നുള്ളൊരു വിചാരമായിരുന്നു. അത് കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കൂടാൻ തുടങ്ങി. എനിക്ക് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം, അത് ഗൗട്ടായിട്ട് മാറി. അങ്ങനെ മരുന്നുകൾ ഞാൻ കഴിഞ്ഞ 2-3 മാസമായിട്ട് യൂറിക് ആസിഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മരുന്ന് കഴിച്ചിട്ടും കഴിഞ്ഞ 1 മാസമായിട്ട് എനിക്ക് ഒരു പ്രയോജനവും തോന്നിയില്ല. ഗൗട്ടിൻ്റെയും കാലിൻ്റെ വേദനയും കാലിൻ്റെ നീരും. മാർച്ച് മാസം ഇല്ല, അതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാർച്ച് മാസത്തിൽ എനിക്ക് ഏപ്രിൽ ഈ 1 മാസം എനിക്ക് നിരന്തരമായ വേദനയും പിന്നെ ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഇഞ്ചക്ഷൻ വരെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഹയർ ഡോസ് മരുന്നും കഴിക്കാൻ തുടങ്ങിയിട്ടും അതുകൊണ്ട് എനിക്ക് പ്രയോജനം തോന്നുന്നില്ല. പിന്നെ ആ സമയത്തെടുത്ത ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ ക്രിയാറ്റിനിൻ കുറച്ച് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, 1.3 ആയി. പിന്നെ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നും എനിക്കതിനെ മനസ്സിലായി. അപ്പോൾ ഇതിന് അലോപ്പതി ചികിത്സയിലോട്ട് പിന്നെയും മാറുകയാണെങ്കിൽ എനിക്ക് തന്നെ ഒരു ബോധ്യം വന്നു, ഇത് കൂടുതലായിട്ട് കൂടുകയുള്ളൂ. കാരണം പുതിയ മരുന്നുകൾ ഡോക്ടർ എഴുതും. അപ്പോൾ എനിക്ക് ഈ സ്ഥാപനത്തെ പറ്റി നേരത്തെ അറിയാമായിരുന്നു, നവജീവനത്തെ പറ്റി. കാരണം ഞങ്ങളുടെ ഒരു മെമ്പർ സിസ്റ്റർ ജയശ്രീ ഒരു 2 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ പുള്ളിക്ക് സ്ട്രോക്ക് കിട്ടിയായിരുന്നു. സ്ട്രോക്ക് കിട്ടിയിട്ട് പുള്ളിയെ വേറെ ഒരു ആശുപത്രിയിലും കൊണ്ടുപോയില്ല. ഇവിടെ തന്നെ 1 മാസം കിടത്തി പുള്ളിയെ ഇവിടുത്തെ ചികിത്സാ പദ്ധതി അനുസരിച്ച് പുള്ളി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ആ സമയത്ത് ചികിത്സയല്ലോ, അവിടുത്തെ ഒരു പദ്ധതി, ഒരു രീതി, പ്രകൃതി ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മുഖേന, ഫാസ്റ്റിംഗ് മുഖേന പുള്ളിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയ വിവരം എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം അന്ന് ഞാൻ സഭയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലായിരുന്നത് കൊണ്ട് പുള്ളിയുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലായിരുന്നു. കൂടാതെ ഫാദർ ബോബിയെയും ആ സമയത്താണ് പരിചയപ്പെടാൻ സാധിച്ചത്. സിസ്റ്റർ ജേഴ്സിയെ കൊണ്ട് ജയ്പൂരിൽ വരികയും അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ 2 വർഷമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് ഇതേപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും എനിക്കറിയായിരുന്നു, മരുന്നുകൾ കൂടാതെ ഇവിടെ ഒരു ചികിത്സാ പദ്ധതിയുണ്ട്, അതിൽ കൂടെ രോഗിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നു എന്ന്. അപ്പം ഏപ്രിൽ മാസത്തിൽ എനിക്ക് കൂടുതൽ എൻ്റെ രോഗം
മാറാതെ വന്ന അവസ്ഥയിൽ ഒരു ഭയങ്കര ഒരു ഹെൽപ്ലെസ് ഒരു സിറ്റുവേഷൻ വന്നെനിക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം മാനേജ് ചെയ്യാനുള്ള നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥ വന്നപ്പം ഞാൻ ഫാദർ ബോബിനെ വിളിച്ചു. ഇങ്ങനെ ഇവിടെ വരാൻ സാധിക്കുമോ, വന്ന് എനിക്ക് ഒരു 10 ദിവസത്തെ ചികിത്സ എടുക്കാൻ ആയിട്ടാണ് ഞാൻ വന്നത്. കാരണം ഞാൻ അവധിക്ക് വരുന്നുണ്ടായിരുന്നു അന്നേരം, 10 ദിവസത്തെ അവധിക്ക്. അപ്പോൾ ഇവിടെ ഒരു മാസം കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ ആ ചികിത്സ എന്ന സങ്കല്പത്തിൽ നിന്ന് മാറിയില്ല. ചികിത്സ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ചികിത്സ ഇല്ല, അത് ശരിയാ. എന്നാൽ അതൊരു ചികിത്സയുടെ ഭാഗമാണ് താനും, അല്ലേ? അല്ല, ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു രോഗത്തെ മാറ്റി തീർക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ചികിത്സിച്ച് മാറ്റുവാനുള്ള പരിപാടിയാണ്. നമുക്കിവിടെ അതല്ലല്ലോ. നമുക്ക് രോഗങ്ങളെ നമ്മൾ ശത്രുക്കളായി കാണാതെ രോഗങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം നിർവഹിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിഫിക്കേഷനും നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന തകരാറുകളും ആ രോഗാവസ്ഥയിലൂടെ പരിഹരിക്കപ്പെട്ട് പൂർണ്ണമായ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു കാര്യമാണെന്ന് ആളുകളെ പഠിപ്പിക്കുന്നു. അതല്ലേ ഇവിടെ അതിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുത്തെ ചികിത്സ, ഇവിടുത്തെ രീതിയെ പറ്റി ഒട്ടും അറിയില്ലായിരുന്നു. അതുപോലെ ഞാൻ ഫാദർ ബോബിയോട്, അതോ സിസ്റ്റർ ജയശ്രീയോട് കൂടുതൽ ചോദിച്ചിട്ട് അതെ കുറേ വീഡിയോകൾ കണ്ട് ഒക്കെ മനസ്സിലാക്കിയിട്ടല്ല ഞാൻ വന്നത്. ഞാനൊരു വിശ്വാസം കൊണ്ട് വന്നത് ഇവിടെ. സിസ്റ്റർ ജയശ്രീ സ്ട്രോക്ക് പേഷ്യൻ്റ്, അതും 90 വയസ്സുള്ള ഒരു സിസ്റ്റർ ഇവിടെ വന്ന് അത് മരുന്നുകളില്ലാതെ വേറെ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ പുള്ളിക്ക് ആ വയസ്സിൽ ഒരു പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഇപ്പോഴും നല്ല ആരോഗ്യവതിയായിട്ട് പുള്ളി അജ്മീറിൽ ജീവിക്കുന്നു. ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് 10 ദിവസത്തെ ചികിത്സ, 10 ദിവസം ഇവിടെ നിന്നാൽ അധികം പ്രയോജനം കിട്ടുകയില്ല, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റുകയില്ല, അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യണം, എപ്പോഴും തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ വടക്കേ ഇന്ത്യയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു 1 മാസം നിന്ന് നിൽക്കുവാണെങ്കിൽ ഒത്തിരി ലാഭദായകമായിരിക്കുമെന്ന്. എൻ്റെ അധികാരികളോട് പെർമിഷൻ എടുത്തിട്ട് ഞാനിവിടെ 1 മാസം നിൽക്കാനായിട്ടുള്ള തീരുമാനമെടുത്തു. അപ്പോൾ എനിക്ക് ആദ്യം 2 ദിവസം 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ശരീരത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ സംഭവിക്കാൻ കണ്ടു. എൻ്റെ വെയിറ്റ് 1-2 കിലോ കുറഞ്ഞു. പിന്നെ 2 ദിവസത്തിനകം ഡോക്ടർ എൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയായിരുന്നു. ആ ടെസ്റ്റിൽ തന്നെ കാണാൻ സാധിച്ചു എൻ്റെ ക്രിയാറ്റിനും കുറഞ്ഞു, എൻ്റെ ബ്ലഡ് യൂറിയയും യൂറിക് ആസിഡും കുറഞ്ഞു. അങ്ങനെ മറ്റ് ചില ടെസ്റ്റുകളും, കിഡ്നി അന്നേരമാണ് കൂടുതൽ മനസ്സിലായത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് ആ ടെസ്റ്റിലൂടെ. അത് കഴിഞ്ഞ് എല്ലാം ഇവിടുത്തെ രാവിലത്തെ യോഗയും അതിനോടനുബന്ധിച്ച മെഡിറ്റേഷനും പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തരുന്ന ആ ഒരു ക്ലാസ്സുകളും ഒക്കെ എന്നെ വളരെ തിരിച്ച് ചിന്തിക്കുവാനുള്ള ഒരു റിവേഴ്സ് ജേർണി എന്ന് പറഞ്ഞ പോലെ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടറാണ് നമ്മളെ ചികിത്സിക്കുന്നത്, മരുന്നിൻ്റെ കഴിവുകൊണ്ടാണ് ഒരു രോഗി സുഖപ്പെടുത്തുന്നുള്ള ഒരു ബോധ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഡോക്ടറും മരുന്നും ഉൾപ്പെടുന്ന ചികിത്സയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് എന്നുള്ളൊരു ധാരണ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ശരീരം ഒരു അത്ഭുത യന്ത്രമാണ്, ഇതിന് സ്വയം ചികിത്സിക്കാനുള്ള കഴിവുണ്ട്, നമുക്കതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി. അതൊരു പുതിയൊരു ആശയമായിരുന്നു എനിക്ക്. എന്ന് പറഞ്ഞാൽ ഒരു അതിശയം നിറഞ്ഞ ഒരു ആശയം. അപ്പോഴാണ് എൻ്റെ ശരീരത്തിൻ്റെ തന്നെ കഴിവുകളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ദിവസം മുന്നോട്ട് പോകും ക്രമേണ എനിക്ക് ഇവിടുത്തെ ഹെർബൽ ജ്യൂസുകളും ആ ഒരു റെസ്ട്രിക്റ്റഡ് ഫുഡും അതെല്ലാം ഒന്ന് പരിചയപ്പെട്ടു. അതുകൊണ്ട് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾക്ക് മേൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായി. നമുക്ക് മേലെ അല്ല, എനിക്ക് തീർച്ചയായിട്ടും ഡോക്ടറിന്റെ മേലെയും ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഡോക്ടർ രമേശിൻ്റെയും ഡോക്ടർ ബിന്ദുവിൻ്റെയും ഒരു ഇടപെടൽ കൊണ്ടാണ്. അവർ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. നമ്മൾ പെട്ടെന്ന് കുറേയൊക്കെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക്. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ഞാൻ ഇതിനിടയ്ക്ക്, ഡോക്ടർ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാം വളരെ ശാന്തതയോടുകൂടി ഡോക്ടർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മർമ്മ ചികിത്സയുടെ ഒരു ചെറിയ ഒരു ഇത് ഡോക്ടർ തരുന്നുണ്ടല്ലോ, നമ്മുടെ ബോഡി അലൈൻമെൻറ്റിനെ.
ആ സമയത്ത് എൻ്റെ മർമ്മ ചികിത്സയല്ല, പുള്ളി ഒരു ടെക്നിക്കൽ സപ്പോർട്ട് തന്നപ്പോൾ ആണോ എനിക്കറിയാം, എനിക്ക് ഈ സയാറ്റിക് നെർവ് ഒന്ന് ട്രബിൾ തന്നായിരുന്നു. അത് പിന്നെ ശരിയായി കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ചില ദിവസം യോഗ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ദിവസവും തന്നെ യോഗ ചെയ്യുമായിരുന്നു. അത്രമാത്രം, കാരണം ഞാൻ യോഗ പഠിച്ച ആളായിരുന്നുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നിയില്ല. അത് പിന്നെ കൂടുതൽ ഇഷ്ടമാകാൻ തുടങ്ങി യോഗ ചെയ്യാൻ. ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടാണ് യോഗയൊക്കെ ചെയ്തത്. ശരീരം കുറേ ഫ്ലെക്സിബിളായി. പിന്നെ എനിക്ക് തന്നെ മനസ്സിലാകാൻ തുടങ്ങി. ഞാൻ ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ 4 ദിവസം കഴിഞ്ഞ് ഞാൻ ഉപവാസം തുടങ്ങി, പൂർണ്ണ ഉപവാസം. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞാൻ ഒരു ദിവസം തന്നെ വിശ്രമിച്ചുകൊണ്ടുള്ള. ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഒരു ദിവസം 24 മണിക്കൂറൊന്നും ഉപവസിക്കാൻ പറ്റത്തില്ല. കൂടി വന്നാൽ ഒരു ദിവസം തലേദിവസം ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്ത ദിവസം വൈകിട്ട് എന്തെങ്കിലും കഴിച്ചിരിക്കും, ഒരു കഞ്ഞിയേലും കഴിച്ചിരിക്കും. കാരണം എൻ്റെ ധാരണ ഭക്ഷണം കഴിച്ചില്ലേ രാത്രി ഉറങ്ങാൻ പറ്റുകയില്ലായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ 24 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗ് എടുത്തായിട്ട് ഒരു ദിവസമോ 2 ദിവസം ഞാൻ എടുത്ത് കാണും. അടുത്ത ദിവസം പക്ഷേ ഇവിടെ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഒന്ന് ഉപവസിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ റെഡി ആയപ്പോൾ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഒരു ദിവസം കൂടെ നീട്ടിക്കൊണ്ട് പോകാൻ തോന്നി. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു തളർച്ചയോ ബുദ്ധിമുട്ടോ വിശപ്പോ ഒന്നുമില്ലായിരുന്നു, ഒരു ഡിസ്കംഫർട്ടും ഇല്ലായിരുന്നു. അതിൻ്റെ കോൺട്രറി എനിക്ക് കൂടുതൽ എനർജിയാണ് തോന്നിയത് ആ ദിവസങ്ങളിൽ. ഇപ്പം എൻ്റെ അന്ന് ആ സമയത്ത് എനിക്ക് ഒത്തിരി എനർജി അനുഭവപ്പെട്ടു. പിന്നെ വിശപ്പൊട്ടും. അപ്പം ഡോക്ടർ നല്ലപോലെ മനസ്സിലാക്കി തന്നു എന്നെ. അതാണ് എന്നെ സഹായിച്ചത്. കാരണം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം സ്വീകരിക്കുമ്പോൾ അത് ഒന്നല്ല 3, 4, 5 തവണ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരം ഒത്തിരി ഊർജം വേസ്റ്റാക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അത് മുഖേന നമ്മുടെ ശരീരങ്ങളിലെ കേടുപാടുകൾ തീർക്കാനോ റിപ്പയർ ചെയ്യാനോ അതിന് എനർജിയില്ല, സമയവും കിട്ടുന്നില്ല. കാരണം നമ്മൾ ദിവസം 5-6 പ്രാവശ്യമല്ലേ വലുതായിട്ടും ചെറുതായിട്ടും ഭക്ഷണം കഴിക്കുന്നത്. ഒരു ചായ കുടിക്കും, അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ അവരുടെ കൂടി ഇരുന്ന് കഴിക്കും, സ്നാക്സ് കഴിക്കും, ബേക്കറി ഐറ്റം കഴിക്കും. അങ്ങനെ നമ്മളതൊന്നും ഭക്ഷണമായിട്ടല്ല കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചോ, അതൊരു ഭക്ഷണമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ജ്യൂസ് ഒരു ഭക്ഷണമാണ്, ഒരു ഫ്രൂട്ട്സ് ഒരു മീലാണ്. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഉപവാസത്തിൻ്റെ ഗുണത്തെപ്പറ്റി എനിക്കിവിടെ ബോധ്യപ്പെട്ടത് നമ്മൾ ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന സമയത്ത് ശരീരത്തിന് പുറത്തുനിന്ന് ശരീരത്തിൽ മുൻപേ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനുകളും ഫാറ്റുകളും ലിവറിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം അത് ശരീരം എടുത്ത് ശരീരത്തിന് ആവശ്യമായ തോതിൽ ഉപയോഗിക്കുന്നു. അതിന് കൂടുതൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന എനർജി അവിടെ കെട്ടിക്കിടന്ന് അതിനെ പുറന്തള്ളാൻ വേണ്ടി ശരീരത്തിന് അധ്വാനിക്കേണ്ടി വരാതെ അതിനെ എടുത്തുപയോഗിച്ച് ശരീരത്തിനൊരു സൗഖ്യം നൽകുന്നു. അതെ. അപ്പം ആ സമയത്ത് ഇതും മനസ്സിലാക്കി ആ സമയത്താണ് സെല്ലുകളുടെയൊക്കെ റിപ്പയർ നടക്കുന്നതും അവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ടോക്സിൻസൊക്കെ റിലീസ് ആകുന്നതും. അതെനിക്ക് തന്നെ അനുഭവപ്പെട്ടു. നമ്മളെ ഈ ദിവസവും എല്ലാ സമയവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരം ഈ ഭക്ഷണത്തെ, പ്രത്യേകിച്ച് പ്രകൃതി മനുഷ്യന് അനുവദിച്ചിട്ടില്ലാത്ത വസ്തുക്കളാണ് മനുഷ്യൻ ഭക്ഷണമായിട്ട് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭക്ഷണത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശരീരം വളരെ വലിയ അധ്വാനമാണ് ചെയ്യുന്നത്. ആ കഠിനാധ്വാനത്തിനിടയിൽ ശരീരത്തിലുണ്ടാകുന്ന കേടുപാടുകളെ റിപ്പയർ ചെയ്യാനോ ശരീരത്തിൽ ശുദ്ധീകരണം നടത്താനോ നമുക്ക് അവസരം കിട്ടുന്നില്ല. ശരീരത്തിന് അതിനുള്ള അവസരം കിട്ടുന്നില്ല. നമ്മൾ ഉപവസിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഉപവസിച്ചപ്പം ഡീടോക്സിഫിക്കേഷൻ നടന്നു. ആ അവസരം കിട്ടി, വിയർപ്പിലൂടെയും അവകാശം കിട്ടി, നമ്മുടെ മലമൂത്രത്തിൽ കൂടെയും. പിന്നെ അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയെ നമ്മൾ രോഗാവസ്ഥ എന്ന് പറയും. നമുക്ക് ശരീരത്തിന്റെ മാലിന്യങ്ങളെ പുറന്തള്ളുക, ശരീരത്തിലുണ്ടായ കേടുപാടുകളെ പരിഹരിക്കാൻ ശരീരം ശ്രമിക്കുക, ഇതാണ് രോഗാവസ്ഥകൾ. ഈ രോഗാവസ്ഥകൾ അപകടമാണെന്നാണ് വൈദ്യശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് അപകടമല്ല, അത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി രോഗസമയത്ത് ശരീരം തരുന്ന സിഗ്നലുകളെ, സൂചനകളെ നമ്മൾ ലംഘിക്കാതെ അതിനനുസൃതമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അതായത് വിശ്രമിക്കുന്നു. ആന്തരാവയവങ്ങൾക്ക്, ദഹനവ്യൂഹത്തിന് വരെ വിശ്രമം കൊടുക്കുന്നു.
അതുവഴിയാണ് ഈ റിപ്പയറിങ് രോഗാവസ്ഥകൾ അതിൻ്റെ ധർമ്മം നിർവഹിക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ ഈ സമയത്ത് സാധാരണ ആളുകൾ എല്ലാവരും സിസ്റ്ററാണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് മരുന്നുകൾ കഴിക്കുകയാണ്. മരുന്നുകൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ശരീരം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മരുന്നെന്ന് പറയുന്ന വിഷവസ്തു, എല്ലാ മരുന്നുകളും വിഷവസ്തുക്കളാണ്. അത് ആയുർവേദ മരുന്നാണെങ്കിൽ പോലും ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്, ഔഷധങ്ങളായിട്ട്. അപ്പോൾ ആ വിഷവസ്തുക്കൾ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് കൂടുതൽ അധ്വാനം ആവശ്യമാണ്. അപ്പോൾ എന്താ ശരീരം ചെയ്യുക? ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ നിർത്തിവെക്കും, എന്നിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പെട്ടെന്ന് രോഗം മാറിയതായിട്ട് നമുക്ക് തോന്നുന്നത്. ആ സമയത്ത് ആ പ്രോസസ്സിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നീട് അനുകൂലമായ ഒരു അവസരം കിട്ടുമ്പോൾ ശരീരം വീണ്ടും അത് പുനഃസ്ഥാപിക്കും. അപ്പോഴാണ് വീണ്ടും രോഗം വന്നു എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ രോഗം വരുമ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ അതേ ഡോസിൽ മരുന്ന് കഴിച്ചാൽ മതിയോ? പോരാ. അപ്പോൾ കാരണം ശരീരം ആ ഒരു അളവിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രാപ്തി അതിന് മുമ്പത്തെ അവസ്ഥയിൽ നേടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നീട് രോഗം വരുമ്പോൾ നമ്മൾ അതേ അളവിൽ മരുന്ന് ഉപയോഗിച്ചാൽ പോരാ, അല്ലെങ്കിൽ അത്രയും സമയം പോരാ, കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ നമ്മളെന്ത് പറയും? രോഗം പഴയതിനേക്കാളും ശക്തിയായി എന്ന് പറയും, അല്ലേ? അപ്പോൾ ആ അളവ് ഇങ്ങനെ ഓരോ പ്രാവശ്യവും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? മരുന്നുകൾ നിർത്തി ശരീരം ഏറ്റെടുത്ത ഒരു ഉദ്യമത്തെ പൂർത്തീകരിക്കാനൊന്ന് അനുവദിക്കണം. ഇപ്പൊ ജയശ്രീ സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞില്ലേ, സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നത് എന്തിനാണ്? നാഡീ ഞരമ്പുകളെയും തലച്ചോറിനെയും റിപ്പയർ ചെയ്യാനാണ്. ഒരു വലിയൊരു റിപ്പയറിംഗ് ആണ് അവിടെ നടന്നത്. അപ്പോൾ ഇവിടെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ് അത് വന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളിവിടെ സ്ട്രോക്ക് നൽകിയ സൂചനകളെ തെറ്റിക്കാതെ ആ സമയത്ത് അതിനെ അനുവദിച്ചു കൊടുത്തു. സ്ട്രോക്ക് വന്നു പോകാൻ അനുവദിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ആ സ്ട്രോക്ക് വന്ന് സാധാരണ ചികിത്സ തേടുന്ന ആളുകൾ കൈയും കാലും ഒക്കെ കുഴഞ്ഞ്, നാക്കും കുഴഞ്ഞ് പാരലൈസ് ചെയ്ത് ആണ് കുറേ കാലം ജീവിക്കുക. ചിലർ ആ അവസ്ഥയിൽ തന്നെ ഇരുന്ന് അവസാനിച്ചു പോകും. ഇപ്പോൾ 90 വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടുമെന്ന് തന്നെ വിചാരിക്കണ്ട. പക്ഷെ ഇപ്പോൾ സിസ്റ്റർ ജയശ്രീ നിങ്ങൾ കാണുന്നവരാണ്, അല്ലേ? അത്രയും ഊർജ്ജസ്വലയായിട്ട്, അത്രയും പ്രായമായിട്ടും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാം ഇവിടുന്ന് പറഞ്ഞു കൊടുത്ത പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് നമ്മൾ അവിടെ അവസരം കൊടുക്കുകയാണ്, യോഗത്തിന്റെ ധർമ്മങ്ങളെ അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സിസ്റ്റർക്ക് ഇവിടെ വന്നപ്പോൾ അത് ബോധ്യപ്പെട്ടെങ്കിൽ ഇനി ജീവിതത്തിൽ ഒരു രോഗത്തിനും ഒരു ചികിത്സയും ചെയ്യേണ്ടതില്ല, അല്ലേ? ഇപ്പോൾ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ സേവനം നടത്തുന്ന ആളാണ്. ധാരാളം നാടുകളിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ച് ധാരാളം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സന്ദേശം വളരെ വേഗം തന്നെ പലർക്കും എത്തിക്കാൻ കഴിയും, പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയും. അത് സിസ്റ്ററെ പോലുള്ളവർക്ക് ഇവിടെ വന്ന, ഇപ്പോൾ ജയശ്രീ സിസ്റ്റർ ആണെങ്കിലും ഇപ്പോൾ കുറച്ച് കൂടുതൽ പ്രവർത്തിക്കാനുള്ള പ്രായം കഴിഞ്ഞു, അല്ലെങ്കിൽ ജയശ്രീ സിസ്റ്റർക്കൊക്കെ. പക്ഷേ ഇപ്പോൾ സിസ്റ്റർക്ക് അത് കഴിയും, അല്ലേ? അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അതിനെ നമ്മൾ ഏറ്റെടുത്തിട്ട് അത് ചെയ്യുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. എന്ന് പറഞ്ഞാൽ നവജീവനം എന്നൊരു സ്ഥാപനത്തിന് പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇവിടെ കുറെ ആളെ പറഞ്ഞുവിടുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഈ സത്യം ആളുകളിൽ എത്തിച്ചു കൊടുക്കുക. അത് ഡോക്ടർ രമേശൻ എപ്പോഴും പറയും, എൻ്റെ ആഗ്രഹം ഇവിടെ ഒരു രോഗി വന്ന് ആ രോഗി എന്നെപ്പോലെ ഒരു ഡോക്ടറായിട്ട് സ്വയം ചികിത്സിക്കാനുള്ള കഴിവ് പ്രാപ്തി ഏറ്റെടുത്ത് ആ ദൗത്യം പോയി മറ്റു പലർക്കും
അത് അവർക്ക് ബോധവൽക്കരണം നൽകുകയും അവരെ ഇങ്ങനെ ഒരു പ്രകൃതിയുടെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഡോക്ടറിൻ്റെ അൾട്ടിമേറ്റ് ഒരു ലക്ഷ്യം നമ്മൾ പറഞ്ഞത്. അല്ലാതെ ഇങ്ങോട്ട് കൂടുതൽ ആൾക്കാരെ പറഞ്ഞു വിടണമെന്നോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഒത്തിരി പബ്ലിസിറ്റി കിട്ടണമെന്നോ ഇവിടെ കൂടുതലായിട്ട് ആൾക്കാരെ പബ്ലിസിറ്റി കിട്ടുന്നത് തെറ്റായ കാര്യമെന്നല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് വെറും ഒരു കച്ചവട സ്ഥാപനമായിട്ട് മാറാതെ ഇതിന്റെ സന്ദേശം എത്തിക്കുക, ജനങ്ങളിലോട്ട് എത്തിക്കുക. അപ്പോൾ എന്തായാലും സിസ്റ്റർക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളിവിടെ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇവിടുത്തെ അനുഭവങ്ങൾ. അത് ഒന്നുകൂടി സിസ്റ്റർ പറയുക. എനിക്ക് നല്ല അനുഭവമാണ് ഇവിടെ കിട്ടിയത്. ഇങ്ങനെ ഉപവസിക്കുന്ന അനുഭവം 10 ദിവസം ഞാൻ ഈ ഉപവാസം കൊണ്ട് മുന്നേറ്റി. അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി നിർത്ത്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വേറെ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ദിവസം ഉപവസിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് 10 ദിവസം വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ചപ്പം പറഞ്ഞ് ഇനി നിർത്ത്, ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ നമുക്ക് ചെറിയതായ ഫാസ്റ്റിംഗ് നടത്താം, എന്നാലേ ഇവിടുത്തെ ഭക്ഷണങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ചില മില്ലറ്റുകളും എങ്ങനെ ഇവിടുത്തെ പാചകം ചെയ്യുന്നത്, ഇവിടുത്തെ ഭക്ഷണ രീതി അങ്ങനെയൊക്കെ പരിചയപ്പെടുത്താനായിട്ട് 10 ദിവസം കഴിഞ്ഞ് ഞാൻ ഉപവാസം നിർത്തി. അത് കഴിഞ്ഞ് 2-3 ദിവസത്തെ ലിക്വിഡ് ഡയറ്റിലായിരുന്നു. ആ സമയത്ത് നമുക്ക് തളർച്ചയോ ക്ഷീണമോ ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വന്ന ഉടനെ എൻ്റെ മരുന്നുകൾ നിർത്തിയായിരുന്നു. 4 ദിവസം തന്നെ ആദ്യത്തെ ദിവസം തന്നെ മരുന്നുകളെല്ലാം മാറ്റി വെച്ചു. മരുന്നുകൾ മാറ്റി വെച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എന്നോട് ഡോക്ടർ സംസാരിച്ചപ്പോൾ എനിക്കിത് മനസ്സിലാക്കി തന്നു. എൻ്റെ അസുഖം മരുന്നുകൾ മുഖേന ഉണ്ടായ അസുഖം. ഈ വർഷങ്ങളായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് നിരന്തരം അസുഖത്തിന് മരുന്ന് കഴിച്ചു. കാരണം ഒന്നിന് കഴിച്ചു, വേറെ രോഗം വേറെ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം ഡയബറ്റീസിന് കഴിക്കുന്നു, ബ്ലഡ് പ്രഷറിന് കഴിക്കുന്നു, അതിപ്പം കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങി, ലിവറിനെ ബാധിക്കാൻ തുടങ്ങി. അത് ഗൗട്ടായിട്ട് മാറി, യൂറിക് ആസിഡ് കൂടുന്നു, വിഷങ്ങൾ പുറത്തള്ളി കളയാൻ കഴിയുന്നില്ല. അപ്പോൾ അതെനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി. അത് ഔഷധജന്യ രോഗമാണ് എൻ്റെ. ഈ ഔഷധങ്ങളെ മാറ്റി വയ്ക്കുക, ജീവിതശൈലി പ്രകൃതിയോടെ നിയമങ്ങളനുസരിച്ച്. ഇപ്പൊ കഴിക്കുന്ന ഈ രാസവസ്തുക്കളെ ഔഷധമെന്ന് പോലും പറയാൻ പാടില്ല. ശരിയാ, ഔഷധത്തിന് വേറെ വലിയ അർത്ഥങ്ങളൊക്കെ, വലിയ നല്ല ശബ്ദം ഔഷധം എന്നുള്ളത്, കെമിക്കൽസ് എന്ന് പറയാം. ആയുർവേദത്തിലും മറ്റ് നാട്ടുചികിത്സകളിലും സസ്യജന്യമായ അല്ലെങ്കിൽ ഈ ജൈവ അവസ്ഥയിലുള്ള വസ്തുക്കളെയാണ് ഔഷധമായിട്ട് ഉപയോഗിച്ചത്. അപ്പം ആ ഔഷധത്തിലെ കണ്ടൻസ് എന്താണെന്ന് യൂറോപ്യൻ സയൻറ്റിസ്റ്റുകൾ പഠിച്ചു. എന്നിട്ട് അതേ കണ്ടന്റ് അവർക്ക് അവിടെ ലഭ്യമല്ല. ഈ മഞ്ഞുമലയിലും മരുഭൂമിയിലും ജീവിക്കുന്നവർക്ക് ഈ ഔഷധങ്ങളെ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ കണ്ടൻസിനെ കെമിക്കൽ രൂപങ്ങളെ എടുത്തിട്ട് മരുന്നുകളാക്കി. അതാണ് രോഗത്തെ മാറ്റുന്നത്, നമുക്ക് സൗഖ്യം തരുന്നതെന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ അലോപ്പതി ചികിത്സയിൽ ഈ കെമിക്കൽസ് ഔഷധങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ മലയാളികൾ മാത്രമേ അങ്ങനെ പറയുള്ളൂ. ഇംഗ്ലീഷുകാരെന്താ പറയാ? ഡ്രഗ്സ് എന്നാണ്. അപ്പോൾ ഈ ഡ്രഗ്സിനെ നമ്മൾ മലയാളികള് വെള്ളപൂശി ഔഷധമാക്കി. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരുന്ന് തിന്ന് ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമ്മുടെ മലയാള സമൂഹം മാറിപ്പോയത്. അപ്പം എന്തായാലും ഇനി ബാക്കി പറയും. എനിക്ക് വളരെ ലാഭദായകമായ ഒരു കാര്യമാണ് ഈ രാവിലത്തെ ഈ പ്രഭാത മെഡിറ്റേഷൻ. യോഗയുടെ സമയത്ത് ഒരു മെഡിറ്റേഷനും കൂടെ ഡോക്ടർ ഇതിനകത്ത് യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ മെഡിറ്റേഷനാണ്, പക്ഷേ അതിൽ നമുക്കൊരു പോസിറ്റീവായ ഒരു മൈൻഡ്, മനസ്സ് സൃഷ്ടിക്കുക എന്നതിനെപ്പറ്റി ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് അതാണ്. ഇവിടെ മറ്റുള്ള ഫാസ്റ്റിങ്ങിനേക്കാളും മറ്റുള്ള ഔഷധങ്ങൾ, ഭക്ഷണ നിയന്ത്രണത്തിനേക്കാളൊക്കെ ഏറ്റവും പ്രാധാന്യം ഡോക്ടറിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒന്നാമത്തെ ഘടകമാണ് നമ്മുടെ മനസ്സിനെ ശാന്തമായിട്ട് വയ്ക്കുക. ഒരു വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, എല്ലാവരോടും സ്നേഹവും എല്ലാവരോടും കരുണയും നിറഞ്ഞ ഒരു ഹൃദയം, ഒരു മനസ്സ് നമുക്ക് തേടിയെടുക്കണം. അതെല്ലാ ദിവസത്തെ മെഡിറ്റേഷനിലൂടെ എനിക്കത് കുറേയൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട്.
കാരണം നമുക്ക് വലിയ വലിയ ശത്രുക്കളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചിലരോടൊക്കെ ഒരു വെറുപ്പ്, ഒരു വിദ്വേഷം, ഒരു ഇഷ്ടമില്ലായ്മ, ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് ഘടകങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട്. അത് ആ മെഡിറ്റേഷൻ്റെ സമയത്ത് നല്ലോണം അത് സർപ്രൈസ് ആയിട്ട് വരികയും നമുക്ക് വെറുപ്പും വിദ്വേഷവും ദുഃഖവും അതുപോലെ വൈരാഗ്യ ബുദ്ധിയും ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചില മാറ്റങ്ങളുണ്ടാകും. ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിന് ടോക്സിക്കായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ആ അവസ്ഥയാണ് നമ്മൾ മാറ്റാൻ പറയുന്നത്. നല്ല സുഖകരമായ അവസ്ഥയ്ക്ക് യോജിച്ച എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക, ഹോർമോൺ പ്രവർത്തനം ശരിയാക്കുക. അപ്പം നമുക്ക് സുഖമായ മനസ്സിനും ശരീരത്തിനും സുഖമായ അവസ്ഥ ഉണ്ടാവും. അതാണ് ഇവിടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് പഠിപ്പിച്ചു തരിക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പ്രാക്ടിക്കല് ചെയ്യാൻ അവസരം കൊടുത്തു. അല്ല നമുക്ക് ആർക്കെങ്കിലും കയറി വന്ന് നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴും ഇവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്നതാണ്, രോഗത്തെ സുഖപ്പെടുത്തുന്നത് സ്വയം നമ്മൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. എപ്പോഴും ഡോക്ടർ രമേശൻ പറയും, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, എനിക്കൊരു അവസരം മാത്രം ഉണ്ടെങ്കിൽ തരാനേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രോഗങ്ങൾക്ക് രോഗശാന്തി നേടുന്നത്. കാരണം ശരീരത്തിന് അതിനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ എനിക്കൊരു ഒരു പുതിയ ഒരു ഐഡിയ പോലെ തോന്നി. ജീവന്റെ ഐഡിയകളാ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന അന്നും ഇന്നും മലയാളികളാണ്, പണ്ടും ഇപ്പോഴും. ഇപ്പോൾ ഈ അലോപ്പതിക്കാർ വന്ന് ആശുപത്രി തുടങ്ങിയ സംഭവം അല്ലത്. അപ്പോൾ ആ വിശ്വാസത്തെയാണ് നമ്മൾ മാറുന്നത്, അല്ലേ? രോഗം മാറ്റേണ്ടത് മറ്റൊരാളല്ല, രോഗം അത് എന്തിനാണോ വന്നത് ആ കാര്യം നിർവഹിച്ച് മടങ്ങിപ്പോകാൻ നമ്മൾ അവസരം കൊടുക്കുന്നു. അങ്ങനെ അനേകം പാഠങ്ങൾ. പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. നമ്മളൊരു ആശുപത്രി ചെല്ലുന്ന പോലെ ഒരു ഡോക്ടർ നമ്മളെ കാണുന്നു അല്ല, ഇവിടെ നമ്മൾ എന്നാലും ചികിത്സിക്കാൻ വന്നത് ഹോം. ആ പേര് തന്നെ വളരെ കറക്റ്റായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ഫിറ്റിംഗ് നെയിമാണ്. ഇവിടെ വരുന്നവരും എല്ലാം ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നു. ഒരു സൗഹൃദമുണ്ട് ഇവിടെ. അതിവിടുത്തെ മെമ്പേഴ്സിനോടായാലും ഡോക്ടറിനോടും ഡോക്ടറിൻ്റെ ഭാര്യയോടും രാഹുലിനോടും രമേഷ് ബാബുജിനോടും ലാൽജിയോടും ഫാദർ ബോബിയോടും ഇവിടെ ഈ പരിചയപ്പെടുന്ന എല്ലാവരുമായിട്ട് എനിക്കും കഴിഞ്ഞ ഒരു മാസം പല വ്യക്തികളെയും അടുത്ത് അറിയുവാനും അവരുമായിട്ടൊരു ആത്മീയ ബന്ധം സൃഷ്ടിക്കാനും സാധിച്ചു. അത് ഒരു വളരെ പ്ലസ് പോയിൻ്റാണ്. ഇവിടെ ഒത്തിരി പേഴ്സണൽ കെയർ കൊടുക്കുന്നുണ്ട്, വ്യക്തിപരമായ അന്ന് അന്വേഷിക്കുന്നു. ഭക്ഷണമാണെങ്കിൽ തന്നെ കഴിക്കുന്ന ദിവസങ്ങളിലും ഒരു ജ്യൂസ് തന്നെയാണെങ്കിലും വളരെ സ്നേഹത്തോടെ അത് പ്രിപ്പയർ ചെയ്ത്. ഇത്രയും പറഞ്ഞപ്പോൾ കേൾക്കുന്നവരായിരിക്കും ഇവിടെ പച്ചവെള്ളവും ജ്യൂസും മാത്രമാണ് കിട്ടുക. ഇല്ല, ഉപവാസം അല്ലാത്ത സമയത്ത് ഇവിടെ വളരെ ടേസ്റ്റി വെജിറ്റേറിയൻ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. അത് ഡോക്ടർ ബിന്ദു തന്നെ പുള്ളിയുടെ കൈകൊണ്ട് തയ്യാറാക്കിയ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെ പരിചയപ്പെട്ടു. മില്ലറ്റ്സിൻ്റെയും പിന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ജൈവികമായി കൃഷി ചെയ്തെടുക്കുന്ന അരിയിൽ നിന്ന് വെച്ച ചോറും അവൽ കൊണ്ടുള്ള പ്രിപ്പറേഷൻസും സാലഡ്സും ഒരു ബാലൻസ്ഡ് ഡയറ്റ് വളരെ ടേസ്റ്റി ആയിരുന്നു. അതിനകത്തൊരു പ്രോട്ടീൻ ഐറ്റം കാണും, പിന്നെ അതിനൊരു ഫൈബർ ഐറ്റം, പിന്നെ ഒരു പച്ച സാലഡ്സ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ ഒരു പ്ലേറ്റിനെ 4ആയിട്ട് വിഭജിച്ച് അങ്ങനെയും ഭക്ഷണം കഴിക്കാനും പരിചയപ്പെടാനും. ഇവിടെ വെള്ളം മാത്രം കുടിപ്പിക്കുമല്ല, അത് ഉപവസിക്കുന്ന ദിവസം മാത്രം. അല്ലാത്ത ദിവസം ജ്യൂസുകൾ, നാളികേരം, ഇളനീര് അതൊരു ഫുഡായിട്ട് കഴിക്കും. പഴങ്ങളാണെങ്കിൽ ഒരു മീലാണത്. പഴങ്ങൾ കഴിച്ചാൽ പലതരം പഴങ്ങൾ, അങ്ങനെ പലതരം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനും അത് വളരെ ടേസ്റ്റി ആയിട്ട് തരും. പിന്നെ ഇവിടെ മസാജ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്കെല്ലാം ആവശ്യമുള്ളവരുടെ ആവശ്യത്തിനനുസരിച്ച്, അവരുടെ യോഗയൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് കൂടുതൽ മസാജിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ യോഗ ചെയ്യുന്ന ആളായിരുന്നുകൊണ്ട് ഞാനൊരു 17 മസാജ് എടുത്തു വന്നതിന് ശേഷം.
അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി യോഗ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു റിലീജിയസ് സിസ്റ്റർ ആയതുകൊണ്ട് എനിക്കിവിടുത്തെ ഒരു വളരെ അധികം ബഹളവും ഒന്നുമില്ലാത്ത ഒരു നിശബ്ദമായ ഒരു ജീവിതം എനിക്കൊരു ധ്യാനം പോലെയായിരുന്നു. പറഞ്ഞാൽ കൂടുതൽ സമയം നമുക്ക് മൗനത്തിലും റിഫ്ലക്ഷനിലൊക്കെ ചിലവഴിക്കാൻ കഴിഞ്ഞു. ഇന്ദ്രിയങ്ങൾക്കും റെസ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി ഇവിടെ കൂടുതൽ പറയുന്നുണ്ട്. നമുക്ക് സംസാരിക്കാൻ ഇരിക്കുന്നത് മാത്രമല്ല ഒരു റെസ്റ്റ്. നമ്മൾ മൊബൈൽ നോക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇന്ദ്രിയങ്ങൾക്കും റെസ്റ്റ് കൊടുക്കണം എന്നാണ് ഇവിടെ ഡോക്ടർ പറഞ്ഞത്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ഇന്ദ്രിയങ്ങൾ അത് വിശ്രമം ആവശ്യമാണ്, പ്രത്യേകിച്ചും ഉപവസിക്കുന്ന സമയത്ത്. കുറേയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോട് ഇത്തരം കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു. വളരെ നന്ദിയുണ്ട്. ഇവിടെ ഒരു മാസം അതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞതിൽ നവജീവനത്തിന് സിസ്റ്ററോടും നന്ദിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.